അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ സഹോദരങ്ങളെ, കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോയ ആ കൂറ തങ്ങളുടെ ഖബറിൻ്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ. ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ? ഇതാണോ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്? നോക്കൂ, ആ ഖബറിനെ തൊട്ടുമുത്തുന്നു, അവിടെ ചുംബിക്കുന്നു, വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിൻ്റെ അടുത്ത് പോയി വെക്കുന്നു. അതൊരുപാട് മുസ്ലിയാക്കന്മാർ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. കിതാബ് ഓതി പഠിച്ച ഒരുപാട് മുസ്ലിയാക്കളാണ് അടുത്തുള്ളത്. ആരെങ്കിലും ഇത് അവിടെ നിന്ന് തടയുന്നുണ്ടോ? ഒന്നുമില്ല. ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് അവർ. സാധാരണക്കാരായ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തായാലും പരലോകബോധമുണ്ടല്ലോ. നിങ്ങൾ ഇതൊക്കെ പുണ്യം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇസ്ലാം ഇത് നിരോധിച്ച കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞ എത്ര ഹദീസാണുള്ളത്. അവിടെ നിന്ന് നോക്കൂ, അൻ അബി ഹയ്യാജ് അസദി ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പിന്നെ ഹയ്യാജുൽ അസദി എന്ന താബി പണ്ഡിതനോട് പറയാണ്, അവിടെ നിന്ന് ഒരു കാര്യം ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശിച്ചത്? അല അബ്അസുക അല ബഅസനി അലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിച്ചത്? അല്ലാ തദ തിംസാലം ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതഹു. കെട്ടി ഉയർത്തപ്പെട്ട ഒരു രൂപത്തെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത്. അത് മാത്രമാണോ? വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതഹു. കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറിനെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. കാരണം സമൂഹം ഷിർക്കിലേക്ക് പോകും. ഖബർ കെട്ടി ഉയർത്താൽ പിന്നെ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കലും ഇസ്തിഗാസവും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും തബറുക്ക് എടുക്കാൻ വേണ്ടി ഖബറിനെ സമീപിക്കും. അതുകൊണ്ട് നീ പൊളിച്ച് നിരപ്പാക്കണം. ഇത് തങ്ങളുടെ ഓർഡറാണ്. ഇനി മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്. എന്താ പറഞ്ഞത്? ലഅനല്ലാഹു യഹൂദ വൻ നസാറ. യൂദ നസാറാക്കൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടായി ആയിഷ. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അംബിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി, സുജൂദിന്റെ കേന്ദ്രമാക്കി, പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത്, ശാപം കിട്ടി. ആ പണി നമ്മൾ ചെയ്താലും നമുക്കും കിട്ടും. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. ഇത് നമ്മുടെ പരലോക വിഷയമാണ്. വാശിയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം വിട്ട് നിഷ്പക്ഷമായി ചിന്തിക്കുക. മുസ്ലിയാക്കന്മാർ ഒരിക്കലും ഇത് നിങ്ങളോട് തുറന്നു പറയില്ല. ഇതിനെ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഖുബൂറ അംബിയാഇഹിം. ജൂത നസാറാക്കൾക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവാനുള്ള കാരണം അമ്പിയാക്കളുടെ ഖബറിനെയാണ് അവർ ആരാധന കേന്ദ്രമാക്കിയത്. മനസ്സിലായില്ല? മുസ്ലിയാക്കൻ പറയാറുണ്ട്, എന്ത് സാധാരണക്കാരുടെ ഖബറാണെങ്കിൽ പ്രശ്നമാണ്, മഹാന്മാരുടെ ഖബറാണെങ്കിൽ അത് പ്രശ്നമില്ല. എന്നാൽ ഇവിടെ അമ്പിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയത് കൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് ലഭിച്ചു. ഈ ലഅനത്ത് നമുക്കും ലഭിക്കില്ലേ? അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കുക, അറിയുക. ഇത് നമ്മുടെ പരലോക വിഷയമാണ്, നമ്മുടെ ആഖിറത്തിന്റെ വിഷയമാണ്. അവിടെ നമുക്ക് കൂട്ടിന് ഒരു മുസ്ലിയാക്കന്മാരും കൂട്ടിനുണ്ടാവുകയില്ല. ഇന്ന് പഠിക്കാൻ എത്ര സംരംഭമുണ്ട്. അതുകൊണ്ട് നാം പഠിച്ചറിയുക, ഇത്തരത്തിലുള്ള അനാചാരത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇത്ര കാലം ആ കൂറ തങ്ങളെ കാണാൻ വേണ്ടി അവിടെ പല ആളുകളും പോകുമായിരുന്നു. ഇനി പല ആളുകളും വീട്ടിലിരുന്നും പോയും ഇസ്തിഗാസ നടത്താനല്ലേ ഇനി പോകുന്നത്? വലിയ ഷിർക്കിന്റെ കേന്ദ്രമല്ലേ ഈ മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് തുറന്നു വെച്ചത്? ഏതെങ്കിലും ആള് ആ കൂറ തങ്ങൾക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞോ? ഈ മരണ വാർത്ത കേട്ട സമയത്ത് പോലും നിങ്ങൾ വാട്സപ്പിൽ കണ്ടില്ലേ? എവിടെയെങ്കിലും അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തണേ എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനർത്ഥം എന്ത്? അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഇവർ ഉറപ്പിച്ചു. ആ സ്വർഗത്തിൽ ദറജ ഉയർത്തണേ. ആർക്കെങ്കിലും സ്വർഗം ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ നിന്ന് വന്ന ആ 10 സ്വഹാബത്തല്ലാതെ ബാക്കി ആരെയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ അവകാശമില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഇവിടെ നോക്കൂ, ഇദ്ദേഹത്തിനെ പുകഴ്ത്തി സ്വർഗത്തിന്റെ അവകാശിയാക്കി. ഇനി നാളെ എല്ലാവരും ഇസ്തിഗാസ ചെയ്യാനും തബറുക്ക് എടുക്കാനും ഇവിടെ പോയി അവിടെ നാളെ പെട്ടി വരും, പിന്നെ ഉറൂസ് വരും, പിന്നെ ഒരുപാട് ആളുകളെത്തും. അങ്ങനെ ഏറ്റവും വലിയ ഷിർക്കിന്റെ കേന്ദ്രമായി വരും. അതിന്റെ വരുമാനത്തിലൂടെ മുസ്ലിയാക്കന്മാരുടെ ശമ്പളം പോകും, പള്ളി മുന്നോട്ട് പോകും, മദ്രസ പോയാലും യതീംഖാന പോയാലും ഇനി എന്ത് പോയാലും അത് ഹറാമിന്റെ വഴിയാണ്, പച്ചയായ ഹറാമാണ്. ഒരു മദ്യഷാപ്പിലൂടെ കിട്ടുന്ന വരുമാനത്തെക്കാളും കടുത്ത ഹറാമാണ്. കാരണം ഹറാമിനേക്കാളും വലുതാണ് ഷിർക്ക് എന്നുള്ളത്. ആ ഷിർക്കിലൂടെ കിട്ടുന്ന വരുമാനമാണിത്. ഇതിലൂടെ ഒരിക്കലും നമുക്ക് പരലോകം രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് സാധാരണക്കാരെങ്കിലും ചിന്തിക്കുക, പഠിക്കുക, അറിയുക, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.